ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നറൂട്ടോ സീരീസിലെ ഒരു അണ്ടർറേറ്റഡ് ക്യാരക്ടർ ആയിട്ടുള്ള ഷിസു യുച്ചിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ഷിസുയി? ഷിസുയുടെ ചില ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഉച്ചിയ വംശത്തിൽ ജനിച്ച ഒരാളാണ് ഷിസുയി. ഇറ്റാച്ചിയുടെ ഫ്ലാഷ് ബാക്കിലാണ് ഈ ഒരു ക്യാരക്ടറെ നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത്. കൂടാതെ നമ്മുടെ ഇറ്റാച്ചിക്ക് മാഗിക്കു ഷെറിങ്ങൻ കിട്ടാനുള്ള കാരണവും നമ്മുടെ ഷിസുയിയാണ്. ഉച്ചിയാസിലെ ചില മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഓവർ പവർഡ് ആയിട്ടാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. എക്സാമ്പിളിൽ നമ്മുടെ സാസുകെ, ഇറ്റാച്ചി, മാദറെ ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷിസുയി യുച്ചിഹയും. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷിസുയിയുടെ മാഗിക്കു ഷെറിങ്ങൻ എബിലിറ്റിയാണ്. ഈ ഒരു മാഗിക്കു ഷെറിങ്ങൻ വെച്ച് കോട്ടമെറ്റ്സുക്കാമി യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെയധികം ഓവർ പവർഡ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു എബിലിറ്റി വെച്ച് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനും സാധിക്കും. മുൻപ് നമ്മുടെ ഉച്ചിഹാസും കൊനഹയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഷിസുയുടെ ഈ ഒരു പവർ വെച്ച് ഇതെങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താൻ വേണ്ടി നമ്മുടെ ഷിസുയി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഡാൻസോ ആണെങ്കിൽ ആ ഒരു കണ്ണ് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഷിസുയുടെ ഒരു ചെറിയ ഒറിജിൻ സ്റ്റോറിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ഷിസുയി ഉച്ചിഹ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും നറൂട്ടോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിന്റെ പേരിന് എന്തെങ്കിലും ഒരു അർത്ഥം കിഷിമോട്ടോ വെച്ചിട്ടുണ്ടാകും. അത് സീരീസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷിസുയി ഉച്ചിഹയുടെ പേരിന് അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഷി എന്ന വാക്കിന് അർത്ഥം ഡെത്ത് എന്നും സൂയി എന്ന വാക്കിന്റെ അർത്ഥം വാട്ടർ എന്നുമാണ്. ഇത് നമ്മൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഡെത്ത് വാട്ടർ. ഈ ഒരു ഷിസുയിയുടെ ഡെത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വെള്ളത്തിൽ വീണ് മരിക്കുന്ന രീതിയിലാണ് നമുക്ക് സീരീസിൽ കാണിച്ചു തന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഷിസുയുടെ ബോഡി ആർക്കും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. എക്സാമ്പിളിൽ നമ്മുടെ ജിറയെ നോക്കിക്കഴിഞ്ഞാലും ജിറയെ മരിക്കുന്ന സമയത്ത് തന്റെ ബോഡി വെള്ളത്തിലാണ് വീണത്. അതുകൊണ്ട് നമ്മുടെ കാബുട്ടയ്ക്ക് ജിറയുടെ ബോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഷിസുയുടെ അവസ്ഥ. ഇനി ഷിസുയി ഉച്ചിഹയും ഇറ്റാച്ചി തമ്മിലുള്ള ആ ഒരു ബോണ്ട് 5 വയസ്സിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. ഇവർ രണ്ടുപേരുമാണെങ്കിൽ ഒരേ പാതയിലൂടെയാണ് മുന്നോട്ട് പോയത്. അതായത് ഈ ഒരു വേൾഡിൽ വാറല്ല വേണ്ടത്, യുദ്ധമില്ലാത്ത സമാധാനമായിട്ടുള്ള ഒരു ലോകമാണ് വേണ്ടത്. ഏതാണ് തെറ്റി ശരി എന്നൊക്കെ മനസ്സിലാക്കി ഇവർ ഇവരുടേതായ രീതിയിൽ പീസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഷിസുയിയെ ഉച്ചിയ ക്ലാനിൽ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് നമ്മുടെ ഡാൻസോ പറഞ്ഞിട്ടുണ്ട്. ഡാൻസോ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിസുയിയുടെ ആ ഒരു മാഗിക്കു ഷെറിങ്ങൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡാൻസോ അവസാനം ഷിസുയുടെ ആ ഒരു കണ്ണ് തന്നെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഫയർ, ലൈറ്റ്നിങ്, വിൻഡ് ഒക്കെ നമ്മുടെ ഷിസുയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരുപാട് ദൂരെയുള്ള എനിമിയെ വലിയൊരു ഫയർബോൾ ജുറ്റ്സ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനും സാധിക്കും. ഇനി ഈ ഒരു ഷിസുയ്ക്ക് എങ്ങനെ മാഗിക്കു ഷെറിങ്ങൻ കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷിസുയുടെ ഒരു ഫ്രണ്ട് മരിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് ഷിസുയ്ക്കാണെങ്കിൽ അവനെ രക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിക്കുന്ന സമയത്താണ് ഉച്ചിഹാസിന് ആ ഒരു മാഗിക്കു ഷെറിങ്ങൻ ആക്ടിവേറ്റ് ആകുന്നത്. ഷിസുയുടെ ഈ ഒരു മാഗിക്കു ഷെറിങ്ങൻ വെച്ചാണ് ഷിസുയി കോട്ടമെറ്റ്സുക്കാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെൻജിറ്റ്സു ഷിസുയിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വാഡ് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും നമ്മുടെ ഷിസുയിയാണ്. അതായത് നമ്മുടെ സാസ്കയെ പോലെ. അതുപോലെ ഇറ്റാച്ചി ആൻഡ് ഷിസുയിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ബോണ്ടിങ് ഇറ്റാച്ചിയുടെ ആ ഒരു ബാക്ക് സ്റ്റോറിലാണ് നമുക്ക് കാണിച്ചു തന്നത്. കൂടാതെ നമ്മുടെ ഇറ്റാച്ചി സാസ്കയുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് സീരീസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാച്ചി കൂടുതൽ സമയം ഷിസുയുടെ കൂടെയാണ് ഉള്ളത്. ഇപ്പോഴും നമ്മുടെ ഇറ്റാച്ചി ഇത്രയധികം ഓവർ പവർഡ് ആയി ഒരു നിഞ്ചി ആകാനുള്ള കാരണം നമ്മുടെ ഷിസുയിയാണ്. ഷിസുയി ചെറുപ്പത്തിൽ തന്നെ ഇറ്റാച്ചിക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചിക്ക് മാഗിക്കു ഷെറിങ്ങൻ കിട്ടാനുള്ള കാരണം ഷിസുയുടെ ഡെത്ത് ആണ്. കൂടാതെ ഷിസുയി മരിക്കുന്ന സമയത്തും തന്റെ ആ ഒരു കണ്ണ് ഇറ്റാച്ചിക്ക് കൊടുത്തിട്ടാണ് മരിക്കുന്നത്. കൂടാതെ ഷിസുയിക്ക് ഒരു നിക് നെയിം കൂടിയുണ്ട്, ഷിസുയി ഓഫ് ദ ബോഡി ഫ്ലിക്കർ. അതായത് ബോഡി ഫ്ലിക്കർ ചെയ്ത് എവിടെ വേണമെങ്കിലും നമ്മുടെ ഷിസുയിക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. പൊതുവെ മറ്റു നറൂട്ടോ ക്യാരക്ടേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒരു സ്മോക്ക് ക്രിയേറ്റ് ചെയ്താണ് പെട്ടെന്ന് രക്ഷപ്പെടാറ്. എന്നാൽ ഷിസുയിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇത് മിനാട്ടോ ടെലിപ്പോർട്ട് ചെയ്യുന്നത് പോലെയൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ടെലിപ്പോർട്ട് ചെയ്യുന്നത് പോലെയും തോന്നും. അതുപോലെ നമ്മുടെ ഷിസുയി ഇറ്റാച്ചി എന്ന് പറയുന്നത് പോലെ ഷിസുയും സാസുകയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഷിസുയി ആണെങ്കിൽ സാസുകയ്ക്ക് ചെറുതായിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഇനി ലാസ്റ്റ് സുസനോ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചിഹാസിന് മാഗിക്കു ഷെറിങ്ങൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സുസനോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഷിസുയി മാഗിക്കു ഷെറിങ്ങനൊക്കെ കാണിച്ചു തരുമെന്ന് വിചാരിച്ചു നിന്നാൽ അതിനിടയിൽ തന്നെ പുള്ളിക്കാരൻ മരിച്ചുപോയി. എന്നാൽ നറൂട്ടോ നിഞ്ച സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിൽ ഷിസുയി സുസന യൂസ് ചെയ്യുന്ന രീതിയിലും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഷിസുയുടെ സുസന നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച നിറത്തിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. മറ്റുള്ള സുസനോടിൽ നിന്ന് കാണാനും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഷിസുയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഷിസുയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.